അല്ല, അപ്പൊ ഇങ്ങനെ പല പല ബിസിനസ്സുകൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ബിസിനസ്സുകാരെന്ന് പറയുന്നത് നമ്മൾ ആരോട് സംസാരിക്കുമ്പോഴാണെങ്കിലും നമുക്ക് ജീവിതത്തിൽ 24 മണിക്കൂർ പോരാ, ഒരു 48 മണിക്കൂർ ആക്കിയാലോ എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പൊ ആ ഒരു പ്രശ്നം സാറിനും നേരിടുന്നുണ്ടോ? മുകേഷ് അംബാനിക്ക് എത്ര സ്ഥാപനങ്ങളുണ്ട്? ജിയോ, റിലയൻസിന്റെ എന്തെല്ലാം ഡിവിഷനുകൾ, എത്ര ലക്ഷം എംപ്ലോയീസ്. അയാൾക്കും എനിക്കുള്ള സമയം തന്നെയല്ലേ ഉള്ളൂ. അങ്ങനെ മാനേജ് ചെയ്യുന്ന ഞാനും. അദ്ദേഹം വേണ്ടല്ലോ എനിക്ക്. മലയാള മനോരമ എന്ന ഗ്രൂപ്പിന് എത്ര സ്ഥാപനങ്ങളുണ്ട്, അല്ലെങ്കിൽ കിറ്റക്സിന് എത്ര ഡിവിഷൻസ് ഉണ്ട്, എത്ര എംപ്ലോയീസ് ഉണ്ട്, അവരൊക്കെ ഇങ്ങനെ മാനേജ് ചെയ്യുന്നത്. ഇത് ഞാൻ തന്നെയല്ലല്ലോ ചെയ്യുന്നത്. എനിക്കൊരു 100-300 സ്റ്റാഫ് ഉണ്ട്, മാനേജേഴ്സ് ഉണ്ട്, ജനറൽ മാനേജേഴ്സ് ഉണ്ട്, വൈസ് പ്രസിഡന്റ്, അങ്ങനെ ഡിഫറെന്റ് കാറ്റഗറി ആളുകൾ അവരവരുടെ ജോലി ചെയ്യുക. ഇപ്പൊ പകൽ സമയം, ഇപ്പൊ ഈ സമയം എന്ന് പറയുന്നത് എൻ്റെ ഓഫീസ് ടൈമാ. ഞാൻ എൻ്റെ സഞ്ചാരത്തിനോ സഫാരിക്കോ ഉള്ള സമയമല്ല ഇത്. എൻ്റെ സഞ്ചാര എക്സ്പ്ലോറേഷൻസ് എന്ന് പറയുന്ന ടൂർ കമ്പനിക്കും ലേബർ ഇന്ത്യക്കും സഫാരിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾക്കും വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുന്ന സമയമാണ് രാവിലത്തെ, അതായത് പകൽ വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത്. ആ സമയത്ത് വല്ലപ്പോഴും ഇതുപോലെ നിങ്ങളെപ്പോലെ വല്ലവരും ഗസ്റ്റുകളായിട്ട് വല്ലവരും വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. അതർവൈസ് ഞാൻ ഫുള്ളി എൻ്റെ ഓഫീസ് മീറ്റിങ്ങുകൾ, ഡിപ്പാർട്ട്മെന്റൽ മീറ്റിങ്ങുകൾ, ഇവാലുവേഷൻ, കണക്ക് പരിശോധന, അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകളുടെ ഫോളോ അപ്പ്, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ്, അതിൻ്റെ ഇവാലുവേഷൻ, ടാർഗറ്റ് അച്ചീവ്മെന്റ്, ഇതിൽ ഏത് സിഇഒയും പോലെ വൈകിട്ട് 6 മണി വരെ ഞാൻ ഫുള്ളി എൻഗേജ്ഡാണ്. അത് കഴിഞ്ഞ് 6 മണിക്ക് ഞാൻ വീട്ടിലൊന്ന് പോകും, ഭക്ഷണം കഴിക്കുക. എൻ്റെ ഉച്ചഭക്ഷണം 6 മണിക്കാണ്. രാവിലെ വന്നു കഴിഞ്ഞാൽ ഞാൻ വൈകിട്ട് പോയി കഴിക്കുള്ളൂ. ഇടയ്ക്ക് 1-2 ചായ കുടിക്കാത്തേ ഉള്ളൂ. ചിലപ്പോൾ 2 ബിസ്ക്കറ്റും കഴിക്കും. അത് കഴിഞ്ഞ് 6 മണിക്ക് വീട്ടിൽ പോയാൽ ഞാൻ വൈകിട്ട് ഈ പറഞ്ഞ ലഞ്ചും ഡിന്നറും കൂടെ ചേർന്ന സാധനം കഴിക്കും. എന്നിട്ട് ഒരു 7 മണി 7:30 ആകുമ്പോഴത്തേക്കും വീണ്ടും തിരിച്ചു വരും. തിരിച്ചു വന്നാൽ പിന്നെ 7:30 മുതൽ പുലർച്ചെ ഒരു 3:30 വരെ ആണ് ഞാൻ സഫാരിയുടെ ചുമതലകളിൽ, അതായത് ക്രിയേറ്റീവ് വർക്കുകൾ മുഴുവൻ, സഞ്ചാരത്തിൻ്റെ എഡിറ്റിങ്, അതിൻ്റെ വോയിസ് ഓവർ നോക്കൽ, അല്ലെങ്കിൽ മറ്റു പരിപാടികളുടെ വർക്കുകൾ, അല്ലെങ്കിൽ സ്റ്റുഡിയോയിലെ ഷൂട്ടുകൾ, എൻ്റെ ഡയറി കുറിപ്പിൻ്റെ ഷൂട്ട്, അതിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കൽ, ഇതെല്ലാം രാത്രിയിലാണ്. അപ്പോൾ പുലർച്ചെ ഒരു 3:30-4 മണി വരെയാണ് സഫാരി. ഇങ്ങനെ നമ്മൾ ടൈം മാനേജ് ചെയ്യുന്നതാണ്.